ഹായ് ഗൈസ്. സ്നോ എല്ലാവർക്കും ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് ഹായ് ഗൈസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് സ്നോ വേൾഡ് ചാനലിലെ ഇതിനു മുമ്പ് നമ്മൾ ഇട്ടിരുന്ന ഒരു ഷോർട്സിന് ഏകദേശം 9 ലക്ഷം വ്യൂസ് കിട്ടിയ ഒരു ഷോർട്സ്. ആ ഷോർട്സിനെ പറ്റി അതിന്റെ ഒരു സ്റ്റോറിയാണ് ഞാനിവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ ഇന്ന് സ്റ്റോറി പറയാനായിട്ട് ഒരാളിവിടെ വന്നിരിപ്പുണ്ട്. എപ്പോഴാണ് ഇവിടുന്ന് ഓടിപ്പോകുന്നതെന്നൊന്നും പറയാൻ ഒക്കത്തില്ല. അപ്പൊ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ എന്തായാലും നമുക്ക് കാണാനായിട്ട് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ സ്നോ കുട്ടി. അപ്പോൾ ഞാന് ആ ഷോർട്സില് ശരിക്കും നിങ്ങൾ പലരും കണ്ടു കാണും. ഒരു ജാറില് പെട്രോൾ വാങ്ങി ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് സ്നോ ഓടി വന്ന് പരിഭവത്തോട് ഓടി വന്ന് സ്നോ എന്നെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും അങ്ങനെ ഒരു സീനായിരുന്നു അത്. അപ്പോൾ അതിനിടയായ ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഓഫീസിൽ അന്ന് രാവിലെ പോയപ്പോൾ ഈ ഷോർട്സ് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായ ആ ദിവസം ഞാൻ ഓഫീസിലേക്ക് പോകാനായിട്ട് രാവിലെ റെഡിയായി പുറത്തിറങ്ങി. എൻ്റെ വണ്ടി ഓൾട്ടോ 800 ആണ്. അപ്പം ഞാൻ അതിൽ കയറിന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഒരു ശകലം ബാക്കിലോട്ട് എടുത്തപ്പോഴത്തേക്കും വണ്ടി ഓഫായിപ്പോയി എന്ന് പറഞ്ഞാൽ തലേ ദിവസം വൈകുന്നേരം ഈ വണ്ടി കൊണ്ടിടുമ്പോഴത്തേക്കും എനിക്ക് അറിയാമായിരുന്നു പെട്രോള് തീർന്ന് നല്ല എങ്കിലും നിൽക്കുവാണെന്നൊക്കെ അറിയാം. അപ്പൊ ഞാൻ ഓർത്തു രാവിലെ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അടിക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടലില് അങ്ങോട്ട് കയറി പോന്നു വെച്ചു. അപ്പൊ ഇങ്ങനെ വണ്ടി എടുത്ത സമയത്ത് വണ്ടി ഓണാവുന്നില്ല, വണ്ടിക്ക് പ്രശ്നം. അമ്മ ഒന്ന് വൈകി വന്നേനാണ് ഈ ഇത് തുള്ളല് മൊത്തം. അമ്മ സമയം 5 മണി വരെ അല്ല കുഞ്ഞിന് തന്നിട്ടുള്ളത്. എന്തുവാ വന്നല്ലോ ഞാന് രാവിലെ ഈ വണ്ടി പുറത്തേക്ക് എടുത്ത് ഇച്ചിരി ഇങ്ങോട്ട് ബാക്കിലോട്ട് മുറ്റത്തുനിന്ന് എടുത്തപ്പോഴത്തേക്ക് നമുക്ക് ആ ഷോർട്സിൽ നോക്കിയാൽ കാണാം വണ്ടി ഇച്ചിരി പുറകോട്ട് ഇറങ്ങി കിടക്കുക. പിന്നെ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് തോന്നുന്നു പെട്രോളിന്റെ ഷോർട്ടേജും ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പിന്നെ രാവിലെ ഓഫീസിലെത്തണം. ഉടനെ തന്നെ ഞാൻ ഇവിടുന്ന് പോയി പുറത്ത് വാതിക്കൽ കുറച്ചു നേരം നിന്ന ശേഷമാണ് ഓട്ടോ കിട്ടിയത്. അപ്പൊ ഈ ഓട്ടോയിൽ ഞാൻ ഓഫീസിലെത്തി. എത്തിയപ്പോഴാണ് എൻ്റെ സഹപ്രവർത്തകന്റെ പിന്നെ ഫാദറിൻലോ മരിച്ചതായിട്ട് അറിഞ്ഞത്. അപ്പൊ എൻ്റെ ഓഫീസിലെ ചേച്ചി പറഞ്ഞു നമുക്ക് പിന്നെ ഇതിന് പോകണം. അപ്പോൾ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് 5 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഈ സഹപ്രവർത്തകന്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വൈകുന്നേരം ചെന്നു. പിന്നെ ഈ പിന്നെ സഹപ്രവർത്തകനെ കണ്ടു. അവിടുന്ന് എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ച് കുറേ നേരം അവിടെ ഇരുന്നു. അതിനുശേഷം അവിടുന്ന് നമ്മളിങ്ങോട്ട് പോരുവാണ്. പോന്ന് പെട്രോൾ പമ്പിൽ. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എന്നെ പെട്രോൾ പമ്പിൽ ഒന്ന് കൊണ്ടുപോകണം, എനിക്ക് ഇന്ന പോലെ പെട്രോൾ വാങ്ങണം, എൻ്റെ വണ്ടി ഇങ്ങനെ ഇതുപോലെ കിടക്കുവാണ്, അപ്പം പെട്രോൾ ഒഴിച്ച് നോക്കാം, ചിലപ്പം ഓണായി കിട്ടിയാലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ചേച്ചി എന്ത് ചെയ്തു, ഈ പെട്രോൾ പമ്പിൽ എൻ്റെ കൂടെ ഓട്ടോയിൽ വന്ന് എന്നെ അവിടെ വരെ കൊണ്ടുപോയി. അന്നേരം അവര് എന്താ പറയുക, നമ്മുടെ കയ്യിലുള്ള കുപ്പിയിലൊന്നും പെട്രോൾ തരത്തില്ല, അവിടുന്ന് കന്നാസ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പെട്രോൾ പമ്പിൽ നിന്ന് തന്നെ നമ്മളൊരു കന്നാസ് വാങ്ങിച്ചിട്ട് പിന്നെ അവിടുന്ന് തന്നെ പെട്രോൾ വാങ്ങി വീട്ടിൽ വരുന്ന ആ ഒരു രംഗമാണ് ആ ഷോർട്സിൽ എടുത്തത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാല് പിന്നെ ഇങ്ങനൊരു ഷോർട്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ആകസ്മികമായിട്ട് സംഭവിച്ച ഒരു ഷോർട്സാണ്. ശരിക്കും അഭിനയിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും ശരിയാവാത്ത ഒരു ഷോർട്സ് ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. പക്ഷെ ഇത് എന്നെ തിരിച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷോർട്സ് ആയി പോയതുകൊണ്ടായിരിക്കാം ഈ ഷോർട്സിന് എനിക്ക് ഏതാണ്ട് 6.4K ഒക്കെ ആണ് ലൈക്സ് കിട്ടിയത്. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയ കാര്യമാണ് കേട്ടോ. ഞാൻ വീണ്ടും അതിനെ എടുത്തു പറയുന്നത് എന്റെ സന്തോഷം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. 256 ഷെയറുകളൊക്കെ നടന്ന ആ ഒരു ഷോർട്സ് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. പ്രത്യേകിച്ച് ഇനി അതിന്റെ കമന്റ്സിനെ കുറിച്ച് പറഞ്ഞാലാണ്
ആ കമന്റില് പിന്നെ ആൾക്കാർ കമന്റ് ചെയ്ത ഫസ്റ്റ് കമന്റ് എന്ന് തന്നെ പറഞ്ഞാൽ ഈ അമ്മ രാജാ രവിവർമ്മ പെയിന്റിങ്ങിലെ പോലിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് കുറേ പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെ എഴുതിയ കമന്റ്സ് എന്തുവാണ് തട്ടി വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് വേറെ ആള് കമന്റ് ചെയ്തിരിക്കുന്നു. അതൊക്കെ എനിക്ക് ചിരിച്ച് ചിരിച്ച് ചത്ത് ഞാൻ സത്യം പറഞ്ഞാല്. ഉള്ളില് സന്തോഷം തോന്നി. രാജാ രവിവർമ്മ പെയിന്റിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മള് ഏത് ലെവലിലെത്തും നമുക്കറിയാലോ. നമ്മളെ പറ്റി നമ്മൾ ഒന്നും അല്ലെന്നും എല്ലാം നമ്മൾക്ക് നമ്മളെ പറ്റി ഒരു ധാരണയുണ്ടല്ലോ. അപ്പം ആ ഒരു ഷോർട്സ് പിന്നെ എല്ലാവരുടെയും മുന്നിലേക്ക് ഒന്നും കൂടെ അന്ന് പിന്നെ എന്താ പറയുക കണ്ടിന്യൂ ചെയ്ത് കുറച്ച് നാൾ സ്നോ വേൾഡ് നന്നായിട്ട് പോയി. പക്ഷെ എനിക്ക് ഈ സ്നോ വേൾഡില് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഈ ചാനലിന് സപ്പോർട്ടായിട്ട്. ഇടയ്ക്കൊക്കെ അവർ ഇതിനകത്ത് ഈ ഷോർട്സിലൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പം പക്ഷെ ആകസ്മികമായിട്ട് എനിക്ക് എൻ്റെ അമ്മേനെ ആദ്യം നഷ്ടപ്പെട്ടു. അമ്മ മരിക്കുമ്പോൾ 69 വയസ്സായിരുന്നു. അമ്മയ്ക്ക് സ്ട്രോക്ക് വരികയും പെട്ടെന്ന് ഒരു ദിവസമാണ്. നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുണ്ട് എങ്കിലും നേരത്തെ വന്നൊന്നു തളർന്നു എങ്കിലും എൻ്റെ അമ്മ മനസ്സിന്റെ ബലം കൊണ്ട് എഴുന്നേൽക്കുകയും പിന്നെ എല്ലാം കുറെ കൂടെ പഴയതിന്റെ അത്രയും ശരിയായില്ല. അമ്മയുടെ ആരോഗ്യമൊക്കെ കുറച്ച് പോയിട്ടുണ്ടെങ്കിലും അമ്മ എഴുന്നേറ്റ് നടന്ന് അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ആകസ്മികമായിട്ട് ഒരു ദിവസം അമ്മയ്ക്ക് തലയൊന്നു മുട്ടുകയും അങ്ങനെ അമ്മ പിന്നെ അന്ന് വൈകുന്നേരം ഈ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അന്ന് മരിക്കുകയാണ് ചെയ്തത്. ഞാൻ ചെന്നപ്പം പിന്നെ ശരിക്കും വീട് പത്തനംതിട്ട റാന്നിയിലാണ്. ഞാൻ ആലപ്പുഴയിലാണ് എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് പിന്നെ ഉച്ചയ്ക്ക് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തലമുട്ടി എന്നൊക്കെ പറഞ്ഞു പപ്പ പറഞ്ഞു. അപ്പം ഞാൻ പപ്പയോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അമ്മയെടുത്ത് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഒരു 9:30 മണിയായപ്പോഴത്തേക്കും കാര്യങ്ങൾ പെട്ടെന്ന് വഷളായി. പിന്നെ സീരിയസ് ആണെന്നും പറഞ്ഞ് എനിക്ക് കോള് വരുന്നു. അപ്പോൾ ആ കോള് വന്ന് ഞാനിവിടുന്ന് പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് തിരിച്ച് പിന്നെ ഞാൻ ഏകദേശം റാന്നി അടുക്കാറായപ്പോഴത്തേക്ക് എന്താണെന്നറിയില്ല എനിക്ക് ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം പറഞ്ഞു ഒരു കുഴപ്പമില്ല, പിന്നെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും തന്നെയുള്ളായിരുന്നു. അന്നേരം ഈ പിന്നെ അവിടെ ചെറുകോപ്പുഴ ഒരു പാലത്തിന്റെ അവിടെ എത്തുമ്പോഴത്തേക്കും പാലം ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുക, പാലം പണി നടക്കുക. അപ്പോൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോകണം. അന്നേരം അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഇറക്കത്തിൽ പെട്ടെന്ന് എൻ്റെ വണ്ടി ഓഫായിപ്പോയി. അപ്പോൾ ഈ വണ്ടി ഓഫായി പോയപ്പോഴേ ഞാൻ വണ്ടിയിൽ പറഞ്ഞു എനിക്ക് എന്തോ ഒരു ഇത് തോന്നുന്നു, എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് കാണാൻ പറ്റിയത് ഇങ്ങനെ അമ്മ ജീവനോടെ കാണാൻ പറ്റിയില്ല. വിഷമിച്ചിരിക്കുന്ന എൻ്റെ അച്ഛനെയാണ്. അങ്ങനെ പിന്നീട് അച്ഛൻ എൻ്റെ കൂടെ 6 മാസം ഉണ്ടായിരുന്നു. ഈ 6 മാസവും പിന്നെ അമ്മ മരിച്ച വിഷമത്തിലായിരുന്നു അച്ഛൻ. ഞാൻ പപ്പ എന്നാണ് വിളിക്കാറ് എൻ്റെ അച്ഛനെ. അപ്പോൾ ഈ പപ്പ എൻ്റെ കൂടെ ഒരുപാട് സപ്പോർട്ടായിരുന്നു, ഒരുപാട് സ്നേഹമായിരുന്നു. നല്ല ആരോഗ്യവാനാണ്, ഭയങ്കര ആരോഗ്യവാൻ. പക്ഷെ എന്തോ മാനസികമായിട്ട് ഭയങ്കര ഇതിന് ശേഷം ഇവർ ഭയങ്കര കൂട്ടുകെട്ടായിരുന്നു. അപ്പം ഇതിന് ശേഷം പപ്പ ഭയങ്കര മാനസികമായിട്ട് തളർന്നു പോയി എന്നുള്ളതാണ്. അപ്പം അച്ഛൻ്റെ കൂടെ വന്ന് എന്തായാലും 7-ാം മാസം ആയപ്പോഴത്തേക്കും ഈ മെന്റലി ഇച്ചിരി ഡൗൺ ആയി. ശരിക്കും ഓർമ്മയൊക്കെ ഒന്ന് കുറഞ്ഞ് പപ്പയ്ക്കും ഇതുപോലെ തന്നെ എന്താ പറയുക, പപ്പയ്ക്കും പണ്ട് സ്ട്രോക്ക് വന്നിട്ടുള്ള ആളാണ്. അങ്ങനെ ഇങ്ങനെ എന്തായാലും ലാസ്റ്റ്
യൂറിൻ ട്യൂബും പിന്നെ ഫുഡിന് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ട് ഒക്കെ കിടക്കേണ്ടി വന്നു 1 മാസം. അങ്ങനെയാണ് അച്ഛൻ മരിക്കുക. അപ്പം രണ്ടുപേരും ഒരുപോലെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കരയുന്നൊന്നുമല്ല കേട്ടോ. എനിക്ക് എപ്പോഴും ഇത് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പം ആ ഒരു ഡിപ്രഷൻ ലെവലിൽ ഞാൻ ഓർക്കം ചെയ്യുന്നത് ഇങ്ങനെ വീഡിയോയും റീൽസും ഒക്കെ ചെയ്താണ്. എനിക്ക് സത്യം പറഞ്ഞാൽ സ്റ്റോവേൾഡ് ചാനൽ തുടങ്ങിയതിന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടായിരുന്നു. കാരണം അവരും ഇങ്ങനെ ഒറ്റയ്ക്കുള്ള ഒരു ഫീലിങ്സ് ഒക്കെ അല്ലേ. അപ്പം അവരെ നമ്മൾ ഒന്ന് എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തുടങ്ങിയതായിരുന്നു. പക്ഷെ അതൊന്നും അധികകാലം നീണ്ടു നിന്നില്ല. അങ്ങനെ എനിക്ക് നല്ല രീതിയിൽ വന്ന ആ ചാനലിന് പെട്ടെന്നൊരു എൻ്റെ റിയലായിട്ടുള്ളതായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് വലിയ എഡിറ്റിങ്ങും ഒന്നും വശമില്ല കേട്ടോ. അപ്പം ഞാൻ വലിയ എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെ റിയലായിട്ടങ്ങ് എടുക്കുന്ന വീഡിയോനെ അങ്ങോട്ടങ്ങ് പോസ്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ജസ്റ്റ് ഫിൽറ്റർ ചെയ്യും, അത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളായിരുന്നു. അങ്ങനെ എന്തായാലും എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ പോയി വീഡിയോസൊക്കെ. എന്തായാലും ഞാനിടയ്ക്ക് ഇങ്ങനെ ഈ 2026 ഇങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തെ ഫേസ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷമാണ് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ വെളുപ്പിനെ 3 മണി ഒക്കെ ആകും എനിക്ക് ഉറക്കം വരുമ്പോൾ. എത്ര കിടന്നാലും ഉറക്കം വഴക്കും പറയുന്നുണ്ട്. എന്തുവാ അമ്മ വന്നല്ല എന്തു നോക്കൂട്ടി പോട്ടെ പോട്ടെ. അമ്മ വന്നല്ലോ. ഇച്ചിരി ലേറ്റ് ആയി പോയി. അത് ഒരിടത്ത് പോകാനുണ്ടായിരുന്നു. മുതലേ ലേറ്റ് ആയി. കഴിഞ്ഞു. ഓക്കെ 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 അല്ലേ? വിട്ടോ വിട്ടോ. സിറ്റ് എടുക്ക എല്ലാരും കാണാൻ പറ്റത്തില്ല. ഞാൻ പെട്രോൾ ഒന്നും ഒഴിക്കട്ടെ. പെട്രോൾ ഒന്ന് ഒഴിക്കട്ടെ. ഉമ്മോട് അതിനിടയ്ക്ക് അമ്മ ഉമ്മോനെ. ഓക്കെ ഓക്കെ. ഇത്ര നേരം കാണാൻ സമയം കിട്ടുമ്പോഴൊക്കെ എൻ്റെ സ്നോ വേൾഡ് കൂടെ കാണാൻ മറക്കല്ലേ. എല്ലാവരും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പം അങ്ങനെയൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കണേ.